സർവകലാശാലകൾക്കെതിരെ വലിയ നിലപാട് പ്രഖ്യാപിച്ചിരുന്നവർ ഇപ്പം അവർക്ക് ചുവപ്പ് പരവതാനി വിരിച്ച് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമ്പോൾ പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറത്തേക്ക് ബോധോദയം ഉണ്ടാകുമ്പോൾ സമരം ചെയ്യാൻ ആഹ്വാനം വിട്ട ആഹ്വാനം കൊടുത്തിട്ട് തെരുവിലേക്ക് ഇറക്കി വിട്ട പഴയ SFIക്കാരോടും DYFIക്കാരോടൊക്കെ പറയാൻ മറുപടിയില്ല ഇവരുടെയൊക്കെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ. അതുകൊണ്ടാണ് ഇത്രയും അസഹിഷ്ണുത വരുന്നത്. ആത്മവഞ്ചനയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. ഒരു കാര്യം, ഇപ്പോൾ കൊടകര EDയുടെ കുറ്റപത്രം വന്നു. BJP നേതാക്കളെ ഒന്നും ഇക്കാര്യത്തിൽ ആ കുറ്റപത്രമില്ല. സാധാരണ ഒരു സ്ഥലം വാങ്ങുന്ന കച്ചവടമായിട്ട് അത് മാറ്റിയെടുക്കുക. അല്ല, അത് കച്ചവടം തന്നെയാണ്. അത് CPM-ഉം BJP എല്ലാം കൂടെ ഉൾക്കൊണ്ടിട്ടുള്ള കച്ചവടം തന്നെയാണ്. EDയും CBI ഒക്കെ നമുക്കറിയാം. ഇപ്പോൾ BJPയുടെ ഫ്രണ്ടൽ ഓർഗനൈസേഷൻസ് ആണ്, പോഷക സംഘടനകളാണ്. BJPയെ പോഷിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് സത്യത്തിൻ്റെയോ നിയമത്തിൻ്റെയോ നീതിയുടെയോ ന്യായത്തിൻ്റെയോ ഒരധ്യായങ്ങളും അവർക്കിപ്പോൾ ഇല്ല. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, എതിർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരാണെങ്കിൽ ഒരു തെളിവും ഇല്ലെങ്കിലും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ചോദ്യം ചെയ്യലുണ്ടാവും. സോണിയാഗാന്ധിയെ, രാഹുൽ ഗാന്ധിയെ വരെ മണിക്കൂറുകൾ തുടർച്ചയായി ഒരു തെളിവുമില്ലാഞ്ഞിട്ട് പോലും ചോദ്യം ചെയ്ത്, മുമ്പൊരിക്കൽ അന്വേഷിച്ച് അവസാനിപ്പിച്ച കേസായിട്ട് പോലും അവരെ വിളിച്ചു വരുത്തി മണിക്കൂറുകൾ അവിടെ പിടിച്ചിരുത്താൻ വെമ്പൽ കൊണ്ടിരുന്ന ED ഇക്കാര്യത്തിൽ പണം വന്നിട്ടുണ്ട്, പണം പോയിട്ടുണ്ട്, അത് കയ്യോടെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ അത് എവിടുന്ന് വന്നു എന്നുള്ളതിനും തെളിവില്ല, എവിടേക്ക് പോകുന്നു എന്നുള്ളതിനും തെളിവില്ല, ഒന്നുമില്ല എന്നാണ് ഇപ്പോൾ ED പറയുന്നത്. ഇപ്പം തെളിവില്ലെങ്കിലും ഓപ്പോസിറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ആളുകളെ വേട്ടയാടാൻ ഇവർക്ക് കഴിയും. തെളിവുണ്ടെങ്കിലും BJPക്കാരാണെങ്കിൽ, അതല്ല കേരളത്തിലെ സാഹചര്യമാണെങ്കിൽ ശരി CPM ബന്ധം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു കാരണവശാലും അവരെ ED തൊടത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ സുരേന്ദ്രനെ പിണറായി വിജയനും തൊടില്ല, EDയും തൊടില്ല. പിണറായി വിജയന് ഇവിടെ ഉള്ളവരും തൊടില്ല, അവിടുത്തെ BJPക്കാർക്കും കുഴപ്പമില്ല. ഇവിടെ പ്രാതലൊക്കെ വിളിക്കുമ്പോൾ മന്ത്രി വരുന്നതും ഗവർണർ വരുന്നതും മുഖ്യമന്ത്രി വരുന്നതും പ്രോട്ടോകോൾ ലംഘിക്കപ്പെടുന്നതും ഒക്കെ എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് വ്യക്തമാണ്. ഇതൊരു നെക്സസ് ആണ്. ചുവപ്പ് നിരക്കാതെ തന്നെ കാവിയായി പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. കേരളത്തിലെ പോലീസിനും നടപടിയില്ല, EDക്കും നടപടിയില്ല. ED ഒരു അപഹാസ്യമായ അന്വേഷണ സംവിധാനമായിട്ട് ED മാറിയിരിക്കുകയാണ്. പൊളിറ്റിക്കൽ ഒപ്പണൻസിൻ്റെ അടുത്തേക്ക് മാത്രം. ഇപ്പോൾ ഇതാ ഭൂപേഷ് ബാഗലിൻ്റെ വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം ED ചെന്നിരുന്നു. ഇപ്പോൾ ഇതാ അദ്ദേഹം കോൺഗ്രസിൻ്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഡ്രാഫ്റ്റ് കമ്മിറ്റിയിലേക്ക് വരാൻ വേണ്ടി പോകുമ്പോൾ ഇന്ന് CBI ചെല്ലുകയാണ്. ഇപ്പോൾ രാഷ്ട്രീയ പ്രതിപക്ഷത്തിൻ്റെ വീടുകളിലേക്ക് റാലി നടത്താൻ, റെയ്ഡ് നടത്താനുള്ള സംവിധാനങ്ങൾ മാത്രമായി BJPയുടെ പോഷക സംഘടനകളായിട്ട് ഇവർ അധപ്പതിച്ചു. എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും കള്ളപ്പണം പിടിച്ചിട്ടും കുഴൽപ്പണം പിടിച്ചിട്ടും കയ്യോടെ പിടിക്കപ്പെട്ടിട്ടും കേസ് അന്വേഷണം അവസാനിക്കുകയും ചെയ്യാൻ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയുടെ അവസാനമാണ് BJP ആഗ്രഹിക്കുന്നത്. ഇത് നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയും. ഇതിനെതിരെ കേരളത്തിന് പുറത്തും രാജ്യത്തും പാർലമെന്റിലും എല്ലാം ഞങ്ങൾ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. ഈ പ്രാതലിന് വിളിക്കുന്നതും പ്രോട്ടോകോൾ ലംഘിച്ച് വരുന്നതുമെല്ലാം ഈ ഒരു കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമെന്ന് പറയാൻ എന്താ അടിസ്ഥാനമുള്ളത്? ഇനി എന്താ അടിസ്ഥാനം വേണ്ടേ? എന്താ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? കേരള പോലീസിന്റെ നിലപാട് എന്തായിരുന്നു ഇക്കാര്യത്തിൽ? അവിടുത്തെ കേസിൽ EDയുടെ നിലപാട് എന്തായിരുന്നു? ഇപ്പൊ സുരേന്ദ്രന്റെ കേസിലെ നിലപാട് എന്താ? ഇനി എന്താ അടിസ്ഥാനം കൂടുതൽ കാണേണ്ടത്? വ്യക്തമായി തെളിഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന തരത്തിലല്ലേ ഈ നെക്സസ് മാറിക്കൊണ്ടിരിക്കുന്നത്? ഒരു സംശയവും വേണ്ട. അയാൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കുറിക്ക് കൊള്ളുന്നത് ഇവരുടെ തടി തട്ടുന്നതുകൊണ്ട്. ഇപ്പം സർവകലാശാല ബില്ലിൻ്റെ കാര്യത്തിൽ അയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? കൂത്തുപറമ്പിലെ 5 രക്തസാക്ഷികളും കുറേ കാലം ജീവിക്കുന്ന രക്തസാക്ഷിയുമായിട്ട് അമ്പലപ്പറമ്പിൽ പോലും ഇവർ പാട്ടൊക്കെ പാടിയിരുന്നല്ലോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാവോ? അവരോടൊക്കെ ഇവർ ചെയ്തതെന്താ? ആ രക്തസാക്ഷികളോട് ഇവർ ചെയ്തതെന്താ? അപ്പം അത് ഒരാൾ അവിടെ എഴുന്നേറ്റ് ചോദിക്കുമ്പോൾ അത് തടി തട്ടുക. അത് തട്ടുമ്പോൾ അതിനെ പ്രതികരിക്കാൻ മാന്യമായ മറുപടി പറയാൻ കഴിയാത്തതുകൊണ്ട് ഈ പറയുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളിലേക്ക് പോവാണ്. ചാനൽ ചർച്ചയല്ല നിയമസഭ എന്ന് പറയുന്നത്. ഞാൻ 2 കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ചാനൽ ചർച്ച എന്ന് പറഞ്ഞാൽ എന്തോ മോശപ്പെട്ട എന്തെങ്കിലും കാര്യമാണോ? ചാനലിൽ വന്ന് താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെയും ജനങ്ങളുടെയും കാര്യങ്ങൾ ഒരാൾക്ക് നന്നായി പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് ഗുണമല്ലേ? 2, നിയമസഭ എന്താണെന്ന് അറിയാവുന്നത് കൊണ്ടും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കാൻ അയക്കപ്പെടേണ്ട ആളാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുമല്ല ഒരാൾ അവിടെ വരുന്നത്. അതുവഴി പോകുമ്പോൾ എന്നാൽ പിന്നെ കുറച്ചേരം ഇവിടെ നിന്ന് കയറി ഇരുന്നേക്കാന്ന് വിചാരിച്ചിട്ട് അവിടെ വന്നിരുന്നിട്ട് 2 വർത്താനം പറയുന്നതല്ലല്ലോ. അപ്പം അവിടെ വന്ന് ഇരിക്കാൻ യോഗ്യനാണെന്നും അവിടെ വന്ന് പറയേണ്ട കാര്യങ്ങൾ അറിയാം എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടുകൂടിയല്ലോ ഒരാൾ, പ്രതിപക്ഷത്തിരിക്കുന്ന ഒരാൾ അവിടെ വന്ന് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പം മന്ത്രിമാർക്ക് എന്താ ഇത്ര അസഹിഷ്ണുത? മന്ത്രിമാർക്ക് എന്തിനാ ഇത്ര അസ്വസ്ഥത? ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണോ?
ഒരു ഉത്തരവും ഇവർ പിന്നെ ചോദിക്കുന്നതിന് പറയില്ല എന്നുള്ളതാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ യാഥാർത്ഥ്യം തുറന്നു കാണിക്കുമ്പോൾ അപ്പുറത്തെ മന്ത്രിക്ക് അസ്വസ്ഥത, ഇരിക്കുന്ന വരി ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നു. ഇവിടെ പറയുന്നത് വെർബൽ ഡയറി ആണെന്ന്. ആശാവർക്കർമാരുടെ സമരത്തെ ഇതുപോലെ ആക്ഷേപിച്ച ഒരാളുണ്ടോ? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പിന്നെ ആർ ബിന്ദുവിനെ പോലെ ഒരൗന്നിത്യവും കാണിക്കാത്തൊരു മന്ത്രിയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് നേതൃത്വം നൽകുന്നത് എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഖേദകരമായിട്ടുള്ള സാഹചര്യം. ഒരു ഔന്നിത്യവും കാണിക്കുന്നില്ല, പൊളിറ്റിക്കലായിട്ടുള്ള ഔന്നിത്യം കാണിക്കില്ല, സഭയിലെ മന്ത്രി എന്നുള്ള നിലക്കുള്ള ഔന്നിത്യം കാണിക്കുന്നില്ല. സഭയ്ക്ക് പുറത്ത് ആശാവർക്കർമാരെ പോലെ സാധാരണക്കാർ, പാവങ്ങൾ അതിജീവനത്തിനും അവനവൻ്റെ കൂലിക്കും വേണ്ടി നടത്തുന്ന സമരത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ, അഡ്രസ്സ് ചെയ്യുമ്പോൾ അവിടെയും ഒരു ഔന്നിത്യം കാണിക്കുന്നില്ല. ഒരു ഔന്നിത്യവും കാണിക്കാത്തൊരു മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തുടരുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ ശാപം. ഈ ശാപത്തിന് കേരളത്തിന് മോചനം ഉണ്ടാവും. അത് ഉറപ്പുവരുത്തുന്ന സാന്നിധ്യമാണ് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ആണെങ്കിലും PC വിശ്വനാഥിൻ്റെ ആണെങ്കിലും റോജി എം ജോണിൻ്റെ ആണെങ്കിലും മാത്യു കോൾനാടൻ്റെ ആണെങ്കിലും അവരെപ്പോലുള്ള ആളുകളൊക്കെ അവിടെ പറയുന്നത്, മറ്റെല്ലാ അംഗങ്ങളും പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ. അതുകൊണ്ടാണ് ഈ അസഹിഷ്ണുത, ഈ അസ്വസ്ഥത. അതിന് മരുന്ന് ജനങ്ങളുടെ പക്കലുണ്ട്. ഈ അസുഖത്തിനുള്ള മരുന്ന് ജനങ്ങളുടെ പക്കലുണ്ട്. അത് ജനങ്ങൾ 2026 ബോധ്യപ്പെടുത്തും. നിങ്ങൾ ഇനി മുതൽ കേരളത്തിലെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയോ ഇല്ലയോ? കാരണം നേരത്തെ CBI വേണം, ED അന്വേഷിക്കണം, സ്വർണ്ണക്കടത്തിൽ, ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഇപ്പോൾ ഈ നിലക്ക് കേരളത്തിലെ ഈ ഏത് CBI അന്വേഷണം വേണം അല്ലെങ്കിൽ ED അന്വേഷണം വേണമെന്ന് അന്വേഷിക്കുമോ? അല്ല, അതിൽ UDF ആണ് അതിനകത്ത് ഞങ്ങൾ ഏത് അന്വേഷണം ആവശ്യപ്പെടണമെന്നുള്ളത് UDF നേതൃത്വമാണ് പറയേണ്ടത്. ഞങ്ങൾക്ക് ഈ സംസ്ഥാനത്തെയും രാജ്യത്തെയും അന്വേഷണ ഏജൻസികളല്ലാതെ ഞങ്ങൾക്ക് അവിടെ ഇരുന്നിട്ട് വേറെ ആരെങ്കിലും പുറത്തുനിന്ന് വിളിച്ചു വരുത്താൻ ഞങ്ങൾക്ക് കഴിയില്ല. അപ്പം ഞങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത്, ഇതിനെയൊക്കെ മിസ്യൂസ് ചെയ്യുന്നവരെ അധികാരം ഏൽപ്പിക്കുന്നത് എത്രത്തോളം അപകടം ചെയ്യുമെന്നുള്ളതും അത് എത്രത്തോളം പക്ഷപാതപരമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അപ്പം ജനങ്ങളോട് ഞങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും. ഈ അവസ്ഥയിൽ നിന്ന് ജനങ്ങൾ നാടിനെ മോചിപ്പിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിന് UDF തീർച്ചയായിട്ടും നേതൃത്വം നൽകുകയും ചെയ്യും. ഒരു കാര്യം, ED BJP വെള്ളപൂശുകയാണെന്ന് ഇപ്പോൾ ഇടതുപക്ഷത്തെ 2 അംഗങ്ങൾ രാജ്യസഭയിൽ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. UDF ആരെങ്കിലും അംഗങ്ങൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട് സഭകളിൽ? തീർച്ചയായിട്ടും സഭാ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ രാജ്യസഭയിൽ ആവശ്യപ്പെടുന്ന പോലെ ഇവിടെ അനുമതി കിട്ടുന്നതിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ED വെള്ളപൂശുന്നതിനെ സംബന്ധിച്ച് അവർ പറഞ്ഞു, നല്ല കാര്യം. കേരളത്തിലെ പോലീസും അന്വേഷണ സംവിധാനങ്ങളും സുരേന്ദ്രനെ എന്താ പൂശിയത്? അതിനൊരു മറുപടിയും കൂടി അവർ പറയേണ്ടതുണ്ട്. ഒരു കാര്യം കൂടി, നമ്മുടെ ചീഫ് സെക്രട്ടറി കറുപ്പിന്റെ പേരിൽ ഒരു കാലത്ത് അപമാനിക്കപ്പെട്ടിരുന്നു എന്നുള്ളൊരു പരസ്യ പ്രതികരണം നടത്തുകയുണ്ട്. അവരെ അനുകൂലിച്ചുകൊണ്ട് പലതരത്തിൽ പല പ്രതികരണങ്ങൾ സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ വരുന്നുണ്ട്. എന്താണ് അനുകൂലിക്കാതിരിക്കാൻ പറ്റുമോ? അവർ സ്വന്തമായി പഠിച്ച് വളർന്ന് ഇത്രയും വലിയ പദവിയിലേക്ക് കടന്നു വന്ന് ഇത്രയും വലിയ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന ഒരാളെ നിറത്തിൻ്റെ പേര് പറഞ്ഞ് ആക്ഷേപിക്കുക, ആരെയും നിറത്തിൻ്റെ പേര് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ഈ കാലഘട്ടത്തിന് ചേർന്നതാണ്. ഒന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത, നമുക്കുണ്ടെന്ന് പറയപ്പെടുന്ന മെച്യൂരിറ്റിയും നമ്മുടെ ഒരു സിവിക് സെൻസും നമ്മുടെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ഒക്കെ അത് ചില സമയങ്ങളിലൊക്കെ അതൊരു മൂടുപടം മാത്രമാണ്. ഉള്ളിൽ നിന്ന് വരുന്ന ഇത്തരം പ്രതികരണങ്ങൾ സമൂഹത്തിനാകെ നാണക്കേടാണ്. നമ്മളെല്ലാവരും അവർ ചെയ്യുന്ന ജോലിയുടെ പേരിൽ, അവരേറ്റെടുക്കുന്ന ഉത്തരവാദിത്തത്തിൻ്റെ പേരിലൊക്കെ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നു. അതല്ലാതെ തന്നെ ഒരു ഇൻഡിവിജ്വൽ, ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക്, ഒരു ജോലിയുടെയും വലുപ്പമോ ചെറുപ്പമോ ഒന്നും ഇല്ലാണ്ട് തന്നെ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് ഒരാളെ വിലയിരുത്താൻ നിറം ഒരു കാരണമാകുന്നത് ഒരിക്കലും ഈ കാലഘട്ടത്തിന് ചേർന്നൊരു രീതിയല്ല. ആ കാര്യത്തിൽ അവരുടെ തുറന്നു പറച്ചിലിന്, തുറന്നെഴുത്തിന് കേരളീയ പൊതുസമൂഹത്തിൻ്റെ പരിപൂർണമായ പിന്തുണയുണ്ട്. പ്രതിപക്ഷ നേതാവ് അതിനെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ കൂടെ ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ നിന്നും ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ട് അദ്ദേഹം അവരുടെ ആ സ്റ്റാൻഡിന്, അവരുടെ ആ നിലപാടിന് അതിശക്തമായ പിന്തുണ കേരളീയ പൊതുസമൂഹത്തിനുണ്ട്. ഏത് നിറവും ഭംഗിയുള്ള നിറമാണ്. ഏത് നിറത്തിനും അതിൻ്റേതായ പ്രാധാന്യവും അതിൻ്റേതായ സൗന്ദര്യവും അതിൻ്റേതായ പ്രത്യേകതയൊക്കെ ഉണ്ട്. ആ നിറങ്ങൾക്കെല്ലാം അപ്പുറത്തേക്ക് അവരുടെ മനസ്സും ഓരോരുത്തരും ചെയ്യുന്ന ജോലി, ഓരോരുത്തരും നിറവേറ്റുന്ന ഉത്തരവാദിത്തങ്ങളുമാണ് നമുക്ക് അവരെ ആകർഷകരായി തോന്നുന്നത്.